ഞാൻ ജിജി കല്യാണി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയുമായിട്ടാണ്. ട്രിവാൻഡ്രം ജില്ലയിലെ തിരുമല പേയാട് റൂട്ടിൽ കുണ്ടമൻകടവ് എന്ന സ്ഥലത്ത് നിന്നും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുണ്ടമൻകടവ് ജംഗ്ഷനിലാണ്. നമ്മളിപ്പോൾ കാണുന്നത് തിരുവനന്തപുരം സൈഡാണ്. ഇവിടുന്ന് കുണ്ടമൻകടവിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. ഇത് നമ്മൾ കാണുന്ന ട്രിവാൻഡ്രം പേയാട് മലയൻകീഴ് റൂട്ടാണ്. ഈ സൈഡ് പേയാടാണ്. ഇവിടുന്ന് പേയാട് ജംഗ്ഷനിലേക്ക് ഏകദേശം 2 കിലോമീറ്ററോളം മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. നമ്മൾ ട്രിവാൻഡ്രം പേയാട് റൂട്ടിൽ വരുന്ന സമയത്ത് കുണ്ടമൻകടവ് ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിയുമ്പോഴത്തേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസിൽ ഒരു വട്ടവിള എന്ന് പറഞ്ഞിട്ട് CSI ചർച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഏകദേശം 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ശങ്കരൻ നായർ റോഡ് എന്ന് പറയുന്നത്. ഇവിടുന്ന് 1 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന വീടിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. $4.1 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റോട് കൂടി 4 ബെഡ്റൂമുകളോട് കൂടിയ ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത് തീർത്തും ഡയറക്റ്റ് ഓണർ സെയിലാണ്. വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറിനെ വിളിക്കാവുന്നതാണ്. മുറ്റത്തിന് മാച്ചിങ് ചെയ്യുന്ന പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് ഈ സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ വിശാലമായ 2 കാറുകൾ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈൽ പാകിയ ഒരു മുറ്റമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചെറിയൊരു ഗാർഡൻ സ്പേസും അവർ ഈ മുറ്റത്ത് നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അതിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നത് ഈ തൂണ് തന്നെയാണ്. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വരൂ, നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. വളരെ മനോഹരമാക്കി തന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇവിടെ ടൈലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നമുക്ക് ഇവിടുത്തെ റൂഫ് വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീലിംഗ് വർക്ക് വളരെ മനോഹരമായിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു വുഡൻ കളറിൽ ഇവിടെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും വളരെ മനോഹരമാണ്. അതിനുശേഷം ഇവിടുത്തെ TV യൂണിറ്റ് ആണിത്. അതും ഒരു വുഡൻ കോമ്പിനേഷനാണ് നൽകിയിരിക്കുന്നത്. അടുത്തായി നമ്മൾ വരുന്നത് ഒരു ഡൈനിങ് ഏരിയയിലാണ്. ഡൈനിങ് ഏരിയയുടെ മുകളിലാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സീലിംഗ് വർക്ക് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. വാം ലൈറ്റിലൊക്കെ വളരെ കളർഫുൾ ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൈനിങ് ഏരിയ ഒരുവിധം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. മാത്രവുമല്ല, ഇവിടെ ഒരു വൈറ്റ് കളറിൽ നമുക്കൊരു വാഷ് ബേസിനുണ്ട്. മാത്രവുമല്ല, ഒരു ചെറിയ കബോർഡും നൽകിയിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ കളറാണ് വീടിൻ്റെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കി മാറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം താഴെ ടൈൽ ചെയ്തിരിക്കുന്നത് വുഡൻ കളറിൽ തന്നെയാണ്. ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ഏരിയകളും വൈറ്റ് ആൻഡ് വുഡൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു മോഡുലാർ കിച്ചൺ പോലെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 4 ബർണറുള്ള സ്റ്റൗവും കബോർഡ് വർക്കുകളാണെങ്കിൽ പോലും വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അലക്കുകല്ല് കാണാവുന്നതാണ്. ഒരിതും സ്പേസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. നമുക്ക് കിച്ചൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തായിട്ട് ഒരു കുളം കാണാം. വളരെ മനോഹരമായിട്ടുള്ളൊരു കുളമാണ്. നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തന്നെയാണിത്. നമുക്ക് ഈ വീടിന് 4 ബെഡ്റൂമാണുള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമാണിത്. നല്ല സ്പേസോട് കൂടിയ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും ചെറിയൊരു വാം ലൈറ്റിംഗ് കൊടുത്തിട്ട് വളരെ മനോഹരമാക്കുന്ന ഒരു സൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള ഈ വാർഡ്രോബ് ഈ റൂമിനെ കുറച്ചുകൂടി മനോഹരമാക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബാത്റൂം.
അതും വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേണിലുള്ള മാർബിൾസ് ആണ് ഇവിടെ സ്റ്റെയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ ഒരു ചെറിയ ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് ലിവിങ് ഏരിയ പോലെ തന്നെ, താഴെ ലിവിങ് ഏരിയ പോലെ തന്നെ ഇവിടെ മുകളിലും ഒരു ചെറിയ ലിവിങ് സ്പേസ് നമുക്കുണ്ട്. മാത്രവുമല്ല ഇതിലും അതുപോലെ തന്നെയാണ് ഒരു ചെറിയ ലൈറ്റും പിന്നെ വാം ലൈറ്റോട് കൂടിയ ഒരു സീലിങ്ങും ഈ മുകളിലത്തെ നിലയെ വളരെ മനോഹരമാക്കുന്നുണ്ട്. അത് ബ്ലൂ ആൻഡ് റോസ് ഒരു കളറിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ലൈറ്റ് കോമ്പിനേഷൻ വളരെ ഭംഗിയുള്ളതാണ്. മുകളിലത്തെ ആദ്യത്തെ റൂമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെയും താഴത്തെ പോലെ തന്നെ ഒരു വാർഡ്രോബ്, അതും ഗ്രേ കളറിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതും ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേയും ഒരു വൈറ്റ് കോമ്പിനേഷനുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തും ഒരു വാഷ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ റൂം. കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂമാണിത്. ഒരു ചെറിയ വാർഡ്രോബും ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഗ്രേ കളറിലാണ്. മാത്രവുമല്ല ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത് ഇതുപോലെ തന്നെയാണ്, ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. ഇതിനകത്ത് ഒരു വാഷ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. നല്ല സ്പേസോട് കൂടിയ ഒരു ബാൽക്കണി തന്നെയാണ്. ഈ ബാൽക്കണി ഏറ്റവും കൂടുതൽ മനോഹരിതമാക്കുന്നത് ഈ തൂണ് തന്നെയാണ്. താഴെ സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്നത് പോലെ അതേ സെയിം വർക്കിലാണ് ഈ തൂണുകൾ കൊടുത്തിരിക്കുന്നത്. മാത്രവുമല്ല ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ കുളം കാണാമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഈവനിങ് വൈബ്, നല്ലൊരു വൈബ് കിട്ടത്തക്ക രീതിയിലാണ്. ഈ കുളത്തോട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ നല്ല അടിപൊളി കാറ്റാണ്. ഇവിടെ ഒരു ചെറിയൊരു സോഫയോ മറ്റോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്പേസ് തന്നെയാണിത്. മുകളിലെ ലിവിങ് ഏരിയയോട് ചേർന്നാണ് വാഷിംഗ് മെഷീന് വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്നും നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാട്ടർ ടാങ്ക്. 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസിനായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡയറക്റ്റ് ഓണറോട് വളരെ വിശദമായി ചോദിക്കാവുന്നതാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റായ ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ ചുറ്റുപാടും ഒരുപാട് വീടുകളുണ്ട്. മാത്രവുമല്ല ഒരുപാട് സ്ഥാപനങ്ങളും ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലായുണ്ട്. 4.1 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ ഈ വീടിന് അവർ ചോദിക്കുന്നത് 68 ലക്ഷമാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുമാണ്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇത് തീർച്ചും ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ മാത്രമാണ്. ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.